നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. എയറോനോട്ടിക്കൽ മേഖലയിൽ കേന്ദ്ര സർക്കാർ ജോലി, ഡിപ്ലോമ, ഡിഗ്രി ഉള്ളവർക്ക് ഗോൾഡൻ ചാൻസ്. ADA റിക്രൂട്ട്മെന്റ്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഡിസൈൻ ചെയ്യുന്ന ടീമിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരം. IT ജോബല്ല, പ്രൈവറ്റ് കമ്പനിയല്ല. കേന്ദ്ര സർക്കാരിൻ്റെ എയറോനോട്ടിക്കൽ മേഖലയിൽ സ്ഥിര സ്വപ്ന ജോലി. ഡിപ്ലോമ ഉണ്ടെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നഷ്ടമാകും. എന്താണ് ADA? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ADA എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ്. ഇത് ഒരു സാധാരണ സർക്കാർ ഓഫീസല്ല. LCA, തേജസ് ഫൈറ്റർ എയർക്രാഫ്റ്റ്, അഡ്വാൻസ്ഡ് ഡിഫൻസ് എയറോനോട്ടിക്കൽ പ്രൊജക്ട്സ് ഇവയൊക്കെ ഇന്ത്യക്കായി ഡിസൈൻ ചെയ്യുന്നത് ADA ആണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ശമ്പളത്തിനപ്പുറം ഒരു ദേശസ്നേഹം തന്നെയാണ്. ADA ഔദ്യോഗികമായി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. വേക്കൻസീസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? BTech, BE മാത്രമല്ല, ഡിപ്ലോമ ഹോൾഡേഴ്സിനും അവസരമുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, എയറോനോട്ടിക്കൽ. ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 43 വേക്കൻസീസ് ഉണ്ട്. പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, അഡ്മിൻ പോസ്റ്റ്, ഓഫീസർ ലെവൽ പോസ്റ്റ്. പ്രൈവറ്റ് ജോബ് റിജക്ഷൻ കൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ഇത് ലൈഫ് ടൈമിംഗ് ചാൻസ് ആണ്. സാലറി പ്ലസ് ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. സാലറി എത്രയാണ്? 35,000 മുതൽ 59,000 വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും. ഫിക്സഡ് കൺസോളിഡേറ്റഡ് സാലറി 7% ഇയർലി ഇൻക്രിമെൻറ്റ് ലഭിക്കും. ഗവൺമെൻറ് പ്രൊജക്ട് എക്സ്പീരിയൻസ്, ഡിഫൻസ് സെക്ടർ എക്സ്പീരിയൻസ്. CVയിൽ ADA എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ കരിയർ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആകുന്നതാണ്. മെനി പ്രൈവറ്റ് കമ്പനീസ് ഡ്രീം പ്രൊഫൈൽ ആയി കാണുന്ന എക്സ്പീരിയൻസ് ആണ് ഇത്. ഏജ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ്. ഏജ് ലിമിറ്റ് പോസ്റ്റ് അനുസരിച്ച് മാറുന്നതാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് 30 മുതൽ 45 വയസ്സ് വരെ. SC, ST, OBC ഗവൺമെൻറ് റൂൾ പ്രകാരം റിലാക്സേഷൻ ഉണ്ടാകും. സെലക്ഷൻ പ്രോസസ്സ്: റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ. നോ ഡൊണേഷൻ, നോ ഏജൻറ്റ്. പ്യുവർ മെറിറ്റ് ബേസ്ഡ് സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇന്ന് പലരും പറയുന്നുണ്ട് ഗവൺമെൻറ് ജോബ് ഇനി കിട്ടാനില്ല, ഡിപ്ലോമ കൊണ്ട് ഒന്നും നടക്കില്ല. ബട്ട് റിയാലിറ്റി എന്താണ്? നോട്ടിഫിക്കേഷൻ വായിക്കാത്തതാണ് പ്രശ്നം. ടൈമിൽ അപ്ലൈ ചെയ്യാത്തത് വേറൊരു പ്രശ്നമാണ്. ADA പോലുള്ള സ്ഥാപനങ്ങൾ ടാലൻ്റ് ആണ് അന്വേഷിക്കുന്നത്, ഡിഗ്രി ലെവലല്ല. നിങ്ങൾ സീരിയസ് ആയി എടുത്താൽ ഇന്ത്യയിലെ ഡിഫൻസ് ഡ്രീമിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും കഴിയും. എങ്ങനെ അപേക്ഷിക്കാം? ഡെഡ് ലൈൻ എന്നാണ്. അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈനാണ്. ADA ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. നോട്ടിഫിക്കേഷൻ നമ്പർ ADV 136. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി 29, 2026 4 PM വരെ. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. സെർവർ ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് ചാൻസ് തന്നെ നഷ്ടപ്പെടുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒഫീഷ്യൽ PDF ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പായി പറയാം, ഈ വീഡിയോ നിങ്ങൾ ഒരു ഡിപ്ലോമ ഹോൾഡറിന് ഷെയർ ചെയ്താൽ അവൻ്റെ കരിയർ രക്ഷപ്പെടും, അവൻ്റെ ഫാമിലിയുടെ ഫ്യൂച്ചർ മാറും. അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി വരുന്ന എല്ലാ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സും മിസ് ആവാതിരിക്കാൻ. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.